നമ്മൾ ദിവസവും ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾ കാണാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ വലിയ യന്ത്രം എങ്ങനെയാണ് ആകാശത്ത് പറക്കുന്നത്? അതിനുള്ളിൽ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വിമാനത്തെക്കുറിച്ചുള്ള 10 അതിശയിപ്പിക്കുന്ന ഫാക്ട്സ് ആണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനത്തെ ഫാക്ട് നിങ്ങളെ ഞെട്ടിക്കും. ഫാക്ട് 1. എഞ്ചിൻ പ്രവർത്തനം നിർത്തിയാൽ വിമാനം തകർന്നു വീഴുമോ? ഒരു വിമാനത്തിന്റെ എഞ്ചിനുകൾ പെട്ടെന്ന് പ്രവർത്തനം നിർത്തിയാൽ വിമാനം ഉടനെ താഴേക്ക് വീഴും എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ സത്യം അതല്ല. എഞ്ചിന്റെ ശക്തി ഇല്ലാതായാലും വിമാനം ഒരു വലിയ ഗ്ലൈഡർ പോലെ വായുവിലൂടെ മുന്നോട്ട് സഞ്ചരിക്കും. ഒരു യാത്രാ വിമാനം ഏകദേശം 1 കിലോമീറ്റർ ഉയരം കുറയുമ്പോൾ ഏകദേശം 15 മുതൽ 17 കിലോമീറ്റർ വരെ മുന്നോട്ട് ഗ്ലൈഡ് ചെയ്യാൻ കഴിയും. ഇത് പൈലറ്റിന് അടിയന്തരമായി വിമാനം സുരക്ഷിതമായി ഇറക്കാൻ സമയം നൽകുന്നു. ഫാക്ട് 2. വിമാനത്തിൽ മിന്നലടിച്ചാൽ എന്തു സംഭവിക്കും? മിന്നൽ വിമാനത്തിൽ അടിച്ചാൽ വിമാനം തകരുമെന്ന് പലർക്കും ഭയമുണ്ട്. എന്നാൽ വിമാനങ്ങൾ മിന്നലിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിന്നൽ വിമാനത്തിൽ പതിച്ചാലും അതിന്റെ വൈദ്യുതി വിമാനത്തിന്റെ പുറം ഭാഗത്തിലൂടെ കടന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കും. ഫാക്ട് 3. ബ്ലാക്ക് ബോക്സ് യഥാർത്ഥത്തിൽ കറുപ്പ് നിറമാണോ? വിമാനാപകട അന്വേഷണത്തിന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സ് യഥാർത്ഥത്തിൽ കറുപ്പ് നിറമല്ല. അത് ഓറഞ്ച് നിറത്തിലാണ് നിർമ്മിക്കുന്നത്. അപകടത്തിന് ശേഷം അത് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നിറം ഉപയോഗിക്കുന്നത്. ഫാക്ട് 4. വിമാനത്തിന്റെ ചിറകുകൾ വളയുന്നതെന്തുകൊണ്ട്? വിമാനം പറക്കുമ്പോൾ അതിന്റെ ചിറകുകൾ ചെറിയ തോതിൽ വളയുന്നത് കാണാം. അതൊരു പ്രശ്നമല്ല. കാറ്റിന്റെ സമ്മർദ്ദം ആഗിരണം ചെയ്യാനും വിമാനത്തെ സ്ഥിരമായി നിലനിർത്താനും സഹായിക്കുന്ന രീതിയിലാണ് ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫാക്ട് 5. ടെർബുലൻസ് അപകടകരമാണോ? വിമാനം പെട്ടെന്ന് കുലുങ്ങുമ്പോൾ പല യാത്രക്കാർക്കും ഭയം തോന്നാറുണ്ട്. എന്നാൽ വിമാനങ്ങൾ ടെർബുലൻസ് നേരിടാൻ കഴിയുന്ന രീതിയിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതാണ്. പലപ്പോഴും ഇത് യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്, പക്ഷേ വിമാനം തകരാൻ കാരണമാകുന്നില്ല. ഫാക്ട് 6. വിമാനത്തിലെ ടോയ്ലറ്റിലെ മാലിന്യം എവിടേക്കാണ് പോകുന്നത്? വിമാനത്തിലെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്താൽ മാലിന്യം പുറത്തേക്ക് പോകുമെന്നാണ് പലരും കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. വിമാനത്തിൽ ശക്തമായ വാക്വം സംവിധാനം ഉപയോഗിച്ചാണ് മാലിന്യം പ്രത്യേക ടാങ്കിലേക്ക് ശേഖരിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അത് നീക്കം ചെയ്യുന്നു. ഫാക്ട് 7. ഓട്ടോ പൈലറ്റ് ഉണ്ടെങ്കിൽ പൈലറ്റ് ആവശ്യമില്ലേ? ഇന്നത്തെ ആധുനിക വിമാനങ്ങളിൽ ഓട്ടോ പൈലറ്റ് സംവിധാനമുണ്ട്. എന്നാൽ അതുകൊണ്ട് പൈലറ്റിന്റെ ആവശ്യമില്ല എന്നല്ല. ടേക്ക് ഓഫ്, ലാൻഡിംഗ്, അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ പൈലറ്റിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഫാക്ട് 8. വിമാനത്തിന്റെ ജനലിൽ ചെറിയൊരു ദ്വാരം എന്തിനാണ്? വിമാനത്തിന്റെ ജനലിൽ ചെറിയൊരു ദ്വാരം കാണാം. ക്യാബിനിലെ മർദ്ദം നിയന്ത്രിക്കാനും ജനലിലെ സമ്മർദ്ദം കുറയ്ക്കാനും വേണ്ടിയാണ് ഇത്. ഫാക്ട് 9. ഓക്സിജൻ മാസ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു? അടിയന്തര സാഹചര്യത്തിൽ വിമാനത്തിലെ ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് വീഴും. ക്യാബിനിലെ മർദ്ദം കുറയുമ്പോൾ യാത്രക്കാർക്ക് കുറച്ച് സമയം ശ്വസിക്കാൻ സഹായിക്കുന്നതിനാണ് ഇത്. ഫാക്ട് 10. ജെറ്റ് എഞ്ചിൻ ഇത്ര ശക്തിയുള്ളതെന്തുകൊണ്ട്? ജെറ്റ് എഞ്ചിൻ വിമാനത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗങ്ങളിൽ ഒന്നാണ്. ഇത് സാധാരണ എഞ്ചിൻ പോലെ മാത്രം പ്രവർത്തിക്കുന്നതല്ല. വലിയ തോതിൽ വായു അകത്തേക്ക് വലിച്ചെടുത്ത് അതിനെ അതിവേഗത്തിൽ ചുരുക്കുകയും ഇന്ധനവുമായി കലർത്തി കത്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അതിവേഗത്തിൽ പുറന്തള്ളുന്ന ചൂടുള്ള വാതകങ്ങൾ വലിയ തള്ളൽ ശക്തി, ത്രസ്റ്റ്, സൃഷ്ടിക്കുന്നു. ഈ തള്ളൽ ശക്തിയാണ് ടൺ കണക്കിനു ഭാരമുള്ള വിമാനത്തെ പോലും ആകാശത്തിലേക്ക് ഉയർത്തുന്നത്. ന്യൂട്ടന്റെ 3-ാം നിയമം പ്രകാരം ഒരു വസ്തുവിനെ പിന്നോട്ടു ശക്തിയായി തള്ളുമ്പോൾ അതിനു പ്രതികരണമായി മുന്നോട്ടു ശക്തി ലഭിക്കും. ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഈ തത്വത്തിലാണ്. അതുകൊണ്ടാണ് ജെറ്റ് എഞ്ചിനുകൾ അത്രയും ശക്തിയും കാര്യക്ഷമതയുമുള്ള അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് സൃഷ്ടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇതാണ് നമ്മൾ ദിവസവും കാണുന്ന വിമാനത്തിന്റെ പിന്നിലുള്ള ചില അതിശയിപ്പിക്കുന്ന രഹസ്യങ്ങൾ. ഈ 10 ഫാക്ട്സിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതേതാണ്? കമന്റിൽ പറയുക. ഇതുപോലെയുള്ള ശാസ്ത്രം,
ടെക്നോളജി, രഹസ്യ ഫാക്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.